ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഹാർഡ് ഏൺഡ് മണി അത് എവിടെ നിക്ഷേപിച്ചാലും അത് ആകർഷകമായ രീതിയിൽ വളരുന്നതോടൊപ്പം നമുക്ക് സുഖമായി ഉറങ്ങാനും കഴിയണം. കാരണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഓരോ വ്യക്തികളുടെയും റിസ്ക് അപ്പിറ്റൈറ്റ് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു റിസ്ക് അപ്പിറ്റൈറ്റിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളൊരു ലോ റിസ്ക് അപ്പിറ്റൈറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ ഏറ്റവും അനുയോജ്യമായതും സുരക്ഷിതവുമായ ഒരു നിക്ഷേപ രീതിയാണ് ETF ഇൻവെസ്റ്റിംഗ്. പോർട്ട്ഫോളിയോയിൽ സ്റ്റെബിലിറ്റിയും അതേസമയം ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന 5 ETFകൾ അടങ്ങിയ ഒരു പോർട്ട്ഫോളിയോയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ETF ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അത് ട്രേഡിംഗ് ആയിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എന്താണ് ETF എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ട്രേഡിങ്ങിനെ കുറിച്ചല്ല, ഈ ETF ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ അത് സ്റ്റോക്കുകളുടേതാകട്ടെ, മ്യൂച്വൽ ഫണ്ടുകളുടേതാകട്ടെ, അല്ലെങ്കിൽ ETFകളുടേതാകട്ടെ, അത് ഡൈവേഴ്സ് ചെയ്യപ്പെടണം. മാർക്കറ്റ് ക്യാപ്പ് വൈസ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ വേണം, സെക്ടർ വൈസ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അതേപോലെ തന്നെ പ്രധാനമാണ് സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. കൂടാതെ ഗ്രോത്തിന് സഹായിക്കുന്ന സ്റ്റോക്കുകളും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എല്ലാം ഒരു മിക്സ് ആയിരിക്കണം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ. കാരണം നമ്മൾ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു FD റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. കാരണം നാം ഇൻവെസ്റ്റ് ചെയ്ത പണം വളർന്ന് ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കി തരണം. അപ്പോൾ വളർന്നു വരുന്ന ഭാവിയിലെ ഇൻഫ്ലേഷൻ, അതുമൂലം ഉണ്ടാകുന്ന നമ്മുടെ ജീവിത ചെലവിലുണ്ടാകുന്ന വർധനവ്, അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടി നമുക്ക് FD റിട്ടേൺ മാത്രം മതിയാകില്ല. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നമുക്ക് സുരക്ഷിതമായ രീതിയിൽ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ സ്റ്റെബിലിറ്റി നൽകുന്ന സ്റ്റോക്കുകളോടൊപ്പം ഗ്രോത്ത് പ്രദാനം ചെയ്യുന്ന സ്റ്റോക്കുകളുടെയും ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 5 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെ ബേസ് ചെയ്തിട്ടുള്ള ETFകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് Nifty 50 ഇൻഡെക്സ് ആണ്. രണ്ടാമത്തേത് ഗോൾഡ് കമ്മോഡിറ്റി പ്രൈസിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. മൂന്നാമത്തേത് Nifty 200 മൊമെൻറ്റം 30 ഇൻഡെക്സ് ആണ്. നാലാമത്തേത് Nifty Alpha 50 ഇൻഡെക്സ് ആണ്. 5 Nifty സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ NSEയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബി അല്ലെങ്കിൽ NSE അവരുടേതായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡെക്സുകളാണ്. അപ്പോൾ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ETFകളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന ഈ Nifty 50 ഇൻഡെക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിഫ്റ്റിയിലെ ഏറ്റവും ടോപ്പ് 50 കമ്പനികളുടെ ഒരു കൂട്ടമാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും റീബാലൻസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് Nifty 50 ഇൻഡെക്സ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലും കൂടാതെ NSE നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലും ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന സ്റ്റോക്കിനെ ഇൻഡെക്സിൽ നിന്ന് മാറ്റുകയും നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിനെ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റീബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ 6 മാസം കൂടും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ Nifty 50 ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ഇൻഡെക്സുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ റിട്ടേൺ എല്ലാം ഈ ഏത് ETF എടുത്താലും Nifty 50യിലെ റിട്ടേൺ എല്ലാം സെയിം Nifty 50യുടെ അതേ റിട്ടേൺ ആയിരിക്കും. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അധികം ആവറേജ് ട്രേഡിംഗ് വോളിയം ഉള്ള ETF ആണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 3 months ആവറേജ് വോളിയം അനുസരിച്ചിട്ടുള്ള ഒരു 6ഓളം ETFകൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും അധികം വോളിയം കാണിക്കുന്നത് നിപ്പോൺ ഇന്ത്യയുടെ Nifty Bees ETF ആണ്. അപ്പോൾ ഏറ്റവും അധികം ട്രേഡിംഗ് വോളിയം കാണിക്കുന്ന ഈ ഒരു Nifty Bees ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 21% ആണ്. അപ്പോൾ വളരെ മോശമല്ലാത്ത ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഇത് നൽകിയിട്ടുള്ളത്. എങ്ങനെയാലും ആവറേജ് ലോങ് ടേമിൽ നമുക്കറിയാം Nifty 12 to 14% റിട്ടേൺ നൽകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു ബുൾ മാർക്കറ്റ് കാരണമാണ് നമുക്ക് നല്ലൊരു റിട്ടേൺ ഇപ്പോൾ ഈ ഒരു ETFയിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ETF-ലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈക്വിറ്റി മാർക്കറ്റിനെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഈ ഗോൾഡിൻ്റെ വില പലപ്പോഴും അണ്ടർ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ തിരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ വില ഷൂട്ടപ്പ് ചെയ്യുന്നതും കാണാം.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡിൻ്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയെ നേരിടുമ്പോൾ ഒരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മൾ ചിലപ്പോൾ സഹായിച്ചേക്കും. ഇപ്പോൾ ധാരാളം ഗോൾഡ് ETF മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ടോപ്പ് 5 ട്രേഡിംഗ് വോളിയമുള്ള ETF നോക്കുമ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസാണ് ഏറ്റവും അധികം ട്രേഡിംഗ് വോളിയം കാണിക്കുന്നത്. ഒരു വർഷം നൽകിയ റിട്ടേൺ 8.5% മാത്രമാണെങ്കിലും 8.5 മാത്രം വാങ്ങാനുള്ള ഒരു കാരണം കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു റാലി കാരണം ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി സ്റ്റോക്ക് മാർക്കറ്റിലൊരു തകർച്ച അല്ലെങ്കിൽ നിഫ്റ്റിയിലൊരു തകർച്ച വരികയാണെങ്കിൽ തീർച്ചയായും ഗോൾഡ് ആയിരിക്കും ഈ അതിൻ്റെ റിട്ടേൺ കൂടുതലായിട്ട് നൽകുക. അപ്പോൾ വരും വർഷങ്ങളിൽ നമുക്കത് കാണാൻ കഴിഞ്ഞേക്കാം ചില സന്ദർഭങ്ങളിലെങ്കിലും. കാരണം പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഗോൾഡ് ETF നിർബന്ധമായിട്ട് നമ്മളൊരു ETF പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ട് ഒരു ഷോക്ക് അബ്സോർബർ പോലെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതൊരു അത്യന്താപേക്ഷിതമാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള 3 ETF കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ശക്തമായ ഒരു റോക്കറ്റ് സമാനമായ വേഗത്തിൽ നമ്മളെ പോർട്ട്ഫോളിയോയിൽ നല്ല റിട്ടേൺ നൽകാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ആ ഒരു വളർച്ച നൽകാൻ കെൽപ്പുള്ള ETF അതിൽ ഒന്നാമത്തെ ETF നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ETF ആണ്. ആൽഫ എന്നാൽ നിഫ്റ്റിയുടെ റിട്ടേണിനേക്കാൾ എത്രത്തോളം അധികം റിട്ടേൺ നൽകുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു അളവുകോലാണ് ആൽഫ. അതായത് നമുക്കറിയാം നമ്മളെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ആണ്. ആ നിഫ്റ്റി 50യേക്കാൾ എത്ര അധികം റിട്ടേൺ ഒരു സ്റ്റോക്ക് നൽകുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ആൽഫ കാണിക്കുന്ന സ്റ്റോക്കുകൾ അവയുടെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിലെ ഇപ്പോഴത്തെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഉണ്ടാവും, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഉണ്ടാവും, മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ഉണ്ടാവും. എന്നാൽ അതൊന്നും നോക്കാതെ എത്രയാണോ മാർക്കറ്റ് ക്യാപ്പ് എന്നോ അതൊന്നും നോക്കാതെ ഹൈ ആൽഫ കാണിക്കുന്ന സ്റ്റോക്കുകളാണ് ഈ ഇൻഡെക്സിൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയാം. ഇപ്പോൾ ഇതിൽ സുസ്ലോൺ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്, RVNL ഉണ്ട്, IRFC ഉണ്ട്, PFC ഉണ്ട്, വരുൺ ബീവറേജസ് ഉണ്ട്. അങ്ങനെ ഹൈ ഗ്രോത്ത് കാണിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഈ 50 സ്റ്റോക്കുകളിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്ത 3 മാസം കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ പിന്നെ റീബാലൻസ് ചെയ്യും. അപ്പോൾ അന്നേരം ആ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഏതാണോ നന്നായിട്ട് ആൽഫ കാണിക്കുന്നത് അതായിരിക്കും ഈ ഇൻഡെക്സിലേക്ക് വരിക. എന്നിട്ട് ആൽഫ കുറഞ്ഞ സ്റ്റോക്കുകൾ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ETF കാറ്റഗറിയിൽ നമുക്ക് ധാരാളം ചോയ്സും ഓപ്ഷനൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ആകെ ഉള്ളത് കൊട്ടാക് നിഫ്റ്റി ആൽഫ 50 ETF ആണ്. നല്ല വോളിയമുള്ള ഒരു ETF ആണ്. ഇത് അടുത്ത് ലോഞ്ച് ചെയ്തതാണ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 57.56% ആണ്. അപ്പോൾ ഇതൊരു തകർപ്പ റിട്ടേൺ ആണ്. കൂടാതെ നല്ല ട്രേഡിംഗ് വോളിയമും ഈ ഒരു കൊട്ടാക് ആൽഫ നിഫ്റ്റി 50 ETF നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഹൈ ഗ്രോത്ത് നൽകുന്ന ETF എന്ന് പറയുന്നത് നിഫ്റ്റി 200 മൊമെൻറ്റം 30 ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിൽ 30 സ്റ്റോക്കുകൾ മാത്രമാണ് ഉണ്ടാകുക. ഇവിടെ നിഫ്റ്റി ടോപ്പ് 200 സ്റ്റോക്കുകളിൽ നിന്നാണ് ഹൈ ഗ്രോത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ മൊമെൻറ്റം കാണിക്കുന്ന സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം പറയുന്നത് മൊമെൻറ്റം സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മൊമെൻറ്റം സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. അത് ഇവിടെ വിശദീകരിച്ച് ഞങ്ങൾക്ക് വല്ലാതെ ബോറടിച്ചേക്കും. ഏറ്റവും അധികം മൊമെൻറ്റം സ്കോർ കാണിക്കുന്ന സ്റ്റോക്കുകളെയാണ് ഈ ഇൻഡെക്സിൽ സാധാരണ ഉൾപ്പെടുത്തുക. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ഇൻഡെക്സ് റീബാലൻസ് ചെയ്യും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, പോളിക്യാബ്, LNT, അതുപോലെ HAL തുടങ്ങിയ പ്രധാനപ്പെട്ട ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഈ ഇൻഡെക്സിൽ കാണാൻ കഴിയും. അത് നിഫ്റ്റി ടോപ്പ് 200 കമ്പനികളിൽ നിന്ന് മാത്രമാണ് സെലക്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ല. പക്ഷേ ഇവിടെ 200 ടോപ്പ് കമ്പനികളിൽ നിന്ന് മാത്രം എടുക്കുന്നത് ഇത് കുറച്ചുകൂടി സേഫായിട്ടുള്ള മൊമെൻറ്റം ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമുക്ക് 3 ETF നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും അധികം ലിക്വിഡിറ്റി കാണിക്കുന്നതും ഏറ്റവും അധികം ട്രേഡിംഗ് വോളിയം കാണിക്കുന്നതും ICICI Prudential മൊമെൻറ്റം 30 ETF ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 50.47% റിട്ടേൺ നൽകിയ ഒരു ETF ആണിത്. അപ്പം ആൽഫയോളം തന്നെ അടുത്ത് റിട്ടേൺ നൽകുന്ന മറ്റൊരു ETF ആണ് ഈ പറയുന്ന ഈ മൊമെൻറ്റം 230 ഇൻഡെക്സ്. ഇനി അടുത്തത് പോർട്ട്ഫോളിയോയിൽ ഹൈ ഗ്രോത്ത് പ്രദാനം ചെയ്യാൻ കൽപ്പുള്ള മറ്റൊരു ETF ആണ് സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ്.
അതായത് നിഫ്റ്റി ടോപ്പ് 500 കമ്പനികളിൽപ്പെട്ട ആദ്യ 250 കമ്പനികൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് കമ്പനികളാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 250 സ്റ്റോക്കുകളാണ് സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നിലവിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സുസ്ലോൺ എനർജി മുതൽ ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള MMTC വരെയുള്ള സ്റ്റോക്കുകളാണ് ഈ പറയുന്ന സ്മോൾ ക്യാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഡെക്സ് ഓരോ 6 മാസം കൂടുമ്പോഴാണ് റീബാലൻസ് ചെയ്യുക. ഈ കാറ്റഗറിയിൽ നമുക്ക് ധാരാളം ETF അവൈലബിൾ ആണ്. ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്ത HDFCയുടെ സ്മോൾ ക്യാപ്പ് 250 ETF മാത്രമാണ് നമുക്ക് ഓപ്ഷനായിട്ട് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നല്ല വോളിയമുള്ള ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ETF ആണ്. കഴിഞ്ഞ ഒരു വർഷം 55% വമ്പിച്ച റിട്ടേൺ ആണ് ഈ ഒരു സ്മോൾ ക്യാപ്പ് ETF നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 5 ETFകൾ ഒരു ഡിപ്പിലും അല്ലെങ്കിൽ ഒരു 5% കറക്ഷൻ അല്ലെങ്കിൽ ഒരു 2% കറക്ഷനിൽ വരുമ്പോൾ നമുക്കത് വാങ്ങിക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാങ്ങണം. നമ്മളെല്ലാ ക്യാപിറ്റലും ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു പാർട്ടായിട്ട് അതിനെ വിഭജിച്ചുകൊണ്ട് ആ പാർട്ടിൽ നിന്ന് ഓരോ പാർട്ടായിട്ട് നമുക്ക് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ETF കൂടുതൽ റിസർച്ചിന് നിങ്ങൾ വിധേയമാക്കണമെന്നും അതിലൂടെ നമുക്കൊരു സേഫായ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.